ഹലോ നമസ്കാരം. വെൽത്ത് ക്രിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര രൂപയുടെ സമ്പത്താണ് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എത്ര രൂപയുടെ സമ്പത്താണ് ഉണ്ടാക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, അമേരിക്കയ്ക്ക് പോവുകയാണ്. അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം അമേരിക്കയുടെ വിസ കിട്ടണം അല്ലേ. നമ്മളവിടെ എൻ്റർ ചെയ്യിക്കണമെങ്കിൽ ആദ്യം അവർ നമുക്ക് വിസ തരണം. ലൈക്ക് ദാറ്റ്. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൃത്യമായി അറിയണം എത്ര രൂപയുടെ സമ്പത്താണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്, എനിക്ക് ജീവിക്കാൻ എത്ര രൂപയുടെ സമ്പത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് എത്ര രൂപ ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ എത്ര മുകളിൽ എനിക്ക് സമ്പത്ത് നിലവിലുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് 100 crores വെൽത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് 10 കോടിയുടെ സമ്പത്താണ് സൃഷ്ടിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് 1 കോടിയുടെ സമ്പത്താണ് സൃഷ്ടിക്കേണ്ടത് എന്ന് നമുക്ക് കൃത്യമായ ധാരണ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര രൂപയാണ് സമ്പത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിനും ഭാവിയിലുള്ള ജീവിതത്തിനും വേണ്ടിയിട്ട് എത്ര രൂപയുടെ ആവശ്യം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെയുള്ള പ്രൊഫഷണൽസാണ് CFP പ്രൊഫഷണൽസ്. അവരുടെ സഹായം തേടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ എത്ര രൂപയുടെ ആവശ്യമാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് കുറേയും കൂടെ നമ്മുടെ പെർ മന്ത് ലിവിങ് എക്സ്പെൻസ് എത്രയാണ്. ഓക്കെ, ഞാനൊരു 30,000 ആണ് പെർ മന്ത് ഞാൻ ജീവിത ചെലവിന് വേണ്ടി ചിലവഴിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി കൂട്ടി എനിക്ക് 2 lakh പെർ മന്ത് ലിവിങ് എക്സ്പെൻസ് ഉള്ള ലിവിങ് സ്റ്റാൻഡേർഡാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും നമുക്ക് വർദ്ധിപ്പിക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് മാറി. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാൻ CFP പ്രൊഫഷണൽസിന് തീർച്ചയായും കഴിയും. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു അഡ്വൈസ് നിങ്ങൾ തേടുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്രിക്കറ്റ് കളിക്കാരില്ലേ, സച്ചിനാണേലും സേവാഗാണേലും അവരൊക്കെ നല്ല ക്രിക്കറ്റ് കളിക്കാരായിരുന്നപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായിട്ടൊരു കോച്ചിൻ്റെ സേവനം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവർ പ്രാഥമികമായിട്ട് ലക്ഷ്യം വെച്ചത്. അപ്പോൾ അതിന് വേറൊരു കോച്ചിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും. നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇൻകം ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ ജീവിതം കുറേയും കൂടെ നല്ല ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് ഉയരണമെങ്കിൽ നമുക്കൊരു ഗൈഡൻസ്, ഒരു മെൻറ്റർഷിപ്പ് ലൈക്ക് ദാറ്റ് അതേപോലെ വേണം. ഇത് കിട്ടാത്തതും ആണ് ആൾക്കാർക്ക് ശരിയായ രീതിയിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു തടസ്സമായിട്ടുള്ളത്. കാരണം നമ്മൾ ഭൂരിഭാഗം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, നമ്മുടെ യുക്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ ടേംസിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നൊക്കെ അറിയാനൊക്കെ ഇങ്ങനെയുള്ള ഒരാളുടെ സപ്പോർട്ട് തരുന്നത് നമ്മൾക്ക് സഹായകരമായിരിക്കും.